ചില പ്രശ്നം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗമാണ്. ഈശോ ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ അടുത്തേക്ക് വരുന്നു. അവിടെ എത്തിയിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ് ഈശോ കണ്ണീർ പൊഴിച്ചു എന്ന് വായിക്കുകയാണ്. അപ്പോ ആ സമയത്ത് ഈശോ കണ്ണീർ പൊഴിച്ചപ്പോ ഈശോ കരഞ്ഞപ്പോ കുറെ പേര് കമന്റുകൾ പറയുന്നുണ്ട്. കുറച്ചു പേര് പറയുകയാണ്, നോക്കൂ അവൻ എത്രമാത്രം ലാസറിനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് ഒരു ഭാഗത്തുനിന്നുണ്ടാകുമ്പോ വേറെ ചിലര് പറയുകയാണ്, അതായത് അന്ധന്റെ കണ്ണു തുറപ്പിച്ച ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈശോ എന്താണ് ഇനി ലാസറിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമായി അറിയാതെ തന്നെ ചുമ്മാ ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചു പേരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ, ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ കണ്ടുപോകും. അതായത് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തി, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു സഹനം ഉണ്ടാകുമ്പോഴേക്കും ചുറ്റും കമന്റ് അടിക്കാനായിട്ട് കുറെ പേരുണ്ടായിരിക്കും അല്ലെ. അവൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് എന്തായി, അവന് രോഗം വന്നില്ലേ, അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രാർത്ഥനകാരനാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തായി, അവൻ ആ സഹനം വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കമന്റ് അടിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളോട് പറയുകയാണ്, ശാന്തമായിട്ട് ദൈവം എന്താണ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുകയാണ്. റോമക്കാർക്ക് ഇതേ ലേഖനം 8:28 പൗലോസിലെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിയുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷത്തിലെ ലാസറിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ശാന്തമായിട്ട് ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ശാന്തതയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.